6900 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ വീണ ഒരു ഉൽക്ക. ഈ ഉൽക്ക കാരണം രൂപപ്പെട്ട ഗർത്തം. ഗുജറാത്തിലെ ആ ഗർത്തത്തിന്റെ ചിത്രം പകർത്തിയെടുത്തിരിക്കുകയാണ് നാസ. ഇക്കാര്യം ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്ക് സൂചന ഉണ്ടായിരുന്നുവെങ്കിലും ഇതുവരെയും സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. അവിടെയാണ് നാസ ഈ ഗർത്തത്തിന്റെ ദൃശ്യം എടുത്തു കാണിച്ചത്. റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 24-ന് ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ പ്രദേശത്തിന്റെ ഘടന വിശകലനം ചെയ്യുകയും ഗർത്തം ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഓപ്പറേഷണൽ ലാൻഡ് ഇമേജർ ഉപയോഗിച്ചാണ് നാസ ഗുജറാത്തിലെ ലൂണ ഇംപാക്ട് ക്രേറ്റർ എന്ന ഗർത്തം പകർത്തിയത്. ഗർത്തത്തിന്റെ സൂമിൻ ചിത്രം നാസ എക്സിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ രൂപപ്പെട്ട ഈ ഗർത്തത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുകയും ശ്രദ്ധ നേടുകയും ചെയ്തു. ചിത്രം പങ്കുവെച്ചുകൊണ്ട് നാസ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്ലിയർ ഡി ലൂണയെക്കുറിച്ച് കേട്ടിരിക്കാം, എന്നാൽ ക്രേറ്റർ ഡി ലൂണയുടെ കാര്യമോ? ലാൻഡ്സാറ്റ് 8 ഉപഗ്രഹം 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ ഒരു ഉൽക്ക ഗർത്തത്തിന്റെ ചിത്രം പകർത്തിയിട്ടുണ്ട്. ഗർത്തം തന്നെയാണിതെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് നാസ കുറിച്ചത്. ഏകദേശം 1.8 കിലോമീറ്റർ വ്യാസമുള്ള ഗർത്തത്തിന് 20 അടി താഴ്ചയുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഗുജറാത്തിലെ ബന്നി സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ലൂണ ഗർത്തത്തിന് വടക്ക് ഭാഗത്താണ് ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമികളിൽ ഒന്നായ റാൻ ഓഫ് കച്ച് സ്ഥിതി ചെയ്യുന്നത്. ആഴമുള്ളതിനാൽ പലപ്പോഴും ഇതിൽ വെള്ളം ശേഖരിക്കപ്പെടാറുണ്ട്. 2022 മെയ്യിൽ ഒരു വരൾച്ചക്കാലത്ത് ശാസ്ത്രജ്ഞർ ഇവിടം സന്ദർശിക്കുകയും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു. ഉൽക്കാപതനത്തെ തുടർന്നുണ്ടായ അതിഭീമമായ ചൂടിൽ സൃഷ്ടിക്കപ്പെട്ട അപൂർവ ധാതുക്കളും ഇവിടെയുണ്ട്. ഭൂമിയിൽ ഗർത്തങ്ങളുടെ ആഘാതം കണ്ടെത്തുന്നത് വളരെ അപൂർവമാണെന്നും അവയിൽ 200-ൽ താഴെ മാത്രമേ ലോകമെമ്പാടുമുള്ളൂ എന്നുമാണ് നാസ പ്രസ്താവിച്ചത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച വിവിധ ഉൽക്കകൾ ജലാശയത്തിൽ അല്ലെങ്കിൽ കടലിൽ പതിച്ചതായി മാത്രമാണ് അറിവെന്ന് നാസ പറഞ്ഞു. 6900 വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന ഈ ഗർത്തം സ്ഥിതി ചെയ്യുന്നത് ഹാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്ന മേഖലയ്ക്കടുത്താണ്. BC 3300, BC 1500 കാലഘട്ടങ്ങൾക്കിടയിലാണ് വെങ്കലയുഗ സംസ്കാരമായ സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്നത്. അതായത് 5000-ലേറെ വർഷങ്ങളുടെ പഴക്കം ഹാരപ്പൻ സംസ്കാരത്തിനുണ്ട് എന്നാണ് അർത്ഥം. എന്തായാലും ഉൽക്കാപതന കാലത്തെ ഈ പ്രദേശത്തെ മനുഷ്യ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല.